ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ മഞ്ഞൾ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച് മഞ്ഞൾപ്പൊടി ഉണ്ടാക്കാൻ പോവാണ്. ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞൾ നമ്മൾ വാങ്ങി കൊണ്ടുവന്നതിന് ശേഷം നന്നായിട്ട് അതിലത്തെ മണ്ണൊക്കെ പോകാൻ വേണ്ടിയിട്ട് 3 തൊട്ട് 4 പ്രാവശ്യം വരെ നന്നായിട്ട് അത് കഴുകിയെടുക്കാം. ഇതാ ഞാൻ മഞ്ഞളൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആദ്യം തന്നെ കുക്കറിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നന്നായി വൃത്തിയായി കഴുകി വെച്ചെടുക്കണം മഞ്ഞൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 3 വിസിൽ വരണ വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൻ്റെ ആവി മുഴുവനും പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറന്നിട്ട് മഞ്ഞളൊക്കെ ഒന്ന് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. മഞ്ഞൾ തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കുഞ്ഞു പീസസായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ അത് മഞ്ഞൾ തണുത്തതിന് ശേഷം ഒരു പീലർ വെച്ചോ അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ചോ അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കാം. ഇതുപോലെ ചെറിയ പീസസായി മുറിച്ചിട്ട് വെയിലത്ത് നന്നായിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു 4-5 മണിക്കൂർ ഉച്ച സമയത്തെ വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മിക്സറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്, പക്ഷേ ഇതിൽ തരികളുണ്ടാവും. നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇത് ഇതാ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവർക്കും അറിയണ പോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ബെസ്റ്റാണ് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഈ തണുപ്പ് കാലങ്ങളിൽ നമ്മുടെയൊക്കെ ഇമ്മ്യൂണിറ്റി നല്ലോണം കുറവാണ് ഉണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുകയാണ് നമ്മുടെ കറികളിലും എല്ലാറ്റിലും ആകുമ്പോൾ. അപ്പോൾ അത് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ്.